ഞാനിവിടെ ചിക്കൻ തോരൻ വയ്ക്കാനായിട്ട് കുറച്ച് ചിക്കൻ ചെറിയ പീസുകളാക്കി കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇതിലോട്ട് 1 സ്പൂൺ മുളക് പൊടി, 1/2 സ്പൂൺ മല്ലിപ്പൊടി, 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ ഒരു കഷ്ണം ഇഞ്ചിയും കുരുമുളകും പച്ചമുളക് വെളുത്തുള്ളി ഇവയെല്ലാം കൂടെ ചേർത്ത് ചതച്ചെടുത്തത്, പിന്നെ 1/2 സ്പൂൺ ഗരം മസാല, ആവശ്യത്തിന് ഉപ്പ് ഇവയെല്ലാം കൂടെ ഇട്ട് കൊടുത്ത് നന്നായിട്ട് യോജിപ്പിച്ചതിന് ശേഷം ഒട്ടും വെള്ളം ഒഴിക്കാതെ നന്നായിട്ട് വേവിച്ചെടുക്കാം. ആദ്യം ചെറുതീയിൽ തന്നെ വെച്ചിരിക്കണം. പിന്നീട് ഈ ചിക്കനിലുള്ള വെള്ളമെല്ലാം ഊറി വന്നതിന് ശേഷം ഫ്ലെയിം കൂട്ടി വെച്ച് നന്നായിട്ട് വേവിച്ചെടുക്കാം. തോരൻ വയ്ക്കാനായി ഞാനിവിടെ കുറച്ച് ചുവന്ന ഉള്ളി കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇതിനെ 4ആയിട്ട് കട്ട് ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു വലിയ മുറി തേങ്ങ മുഴുവനായും ചിരകിയെടുത്തിട്ടുണ്ട്. ഇതിലോട്ട് 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1 സ്പൂൺ മുളക് പൊടി, 1/2 സ്പൂൺ കുരുമുളക് പൊടി, 1/2 സ്പൂൺ ഗരം മസാല, 1/2 സ്പൂൺ പെരുംജീരകം, പിന്നെ കുറച്ച് കറിവേപ്പില ഇവയെല്ലാം കൂടെ ഇട്ട് കൊടുക്കാം. പിന്നെ ഞാനിതിൽ ചേർത്തിട്ടുള്ള എല്ലാ പൊടികളും ചിക്കൻ വേവിക്കാൻ എടുത്തതിലും ചേർത്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാനിതിൽ പൊടികളെല്ലാം കുറച്ചെടുത്തിട്ടുള്ളത്. ഈ ചിക്കൻ തോരൻ കഴിക്കുമ്പോൾ കുരുമുളകിൻ്റെയും പെരുംജീരകത്തിൻ്റെയും ടേസ്റ്റാണ് ഏറ്റവും മുന്തി നിൽക്കേണ്ടത്. അതുകൊണ്ടാണ് ഞാൻ പെരുംജീരകം 1/2 സ്പൂൺ എടുത്തിട്ടുള്ളത്. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ട് ചതച്ചെടുക്കാം. ഇവിടെ ചിക്കൻ നന്നായി വെന്തിരിക്കുകയാണ്. ഇനി ഇതിന് തോരൻ വയ്ക്കാം. ഇവിടെ ഒരു ചീനച്ചട്ടി ചൂടായിരിക്കുന്നു. അതിലോട്ട് അല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടി വരുമ്പോൾ കറിവേപ്പില ഇട്ട് കൊടുക്കാം. പിന്നെ ഞാൻ കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുത്തതിന് ശേഷം പിന്നെ ഞാൻ കുറച്ച് തേങ്ങ ചെറുതായിട്ട് കനം കുറച്ച് അരിഞ്ഞെടുത്തതാണ്, ഇതുകൂടെ ഇട്ട് കൊടുക്കാം. തേങ്ങ നന്നായിട്ട് മൂത്ത് വന്നതിന് ശേഷം 4ആയിട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഈ ചുവന്ന ഉള്ളി കൂടെ ഇട്ട് കൊടുത്ത് നന്നായി വഴറ്റിയെടുക്കാം. ഉള്ളി വഴണ്ട് വന്നതിന് ശേഷം നേരത്തെ വേവിച്ച് വെച്ചിരുന്ന ചിക്കൻ ഇതിലോട്ട് ഇട്ട് കൊടുത്ത് അല്പസമയം അടച്ചു വെച്ചിരിക്കാം. അങ്ങനെ ഇരുന്ന് അല്പം ചൂടായതിന് ശേഷം നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ട് അരപ്പിട്ട് കൊടുക്കാം. അരപ്പിട്ട് കൊടുത്താൽ ഉടനെ ഇളക്കണ്ട. അങ്ങനെ തുറന്ന് വെച്ച് തന്നെ 2 മിനിറ്റ് അരപ്പ് ഒന്ന് ചൂടാവണം. ചൂടായതിന് ശേഷം പിന്നെ നന്നായിട്ട് ഇളക്കി തോർത്തിയെടുക്കാം. ഞാൻ നേരത്തെ ചിക്കൻ വേവിച്ചപ്പോൾ ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് അരപ്പിൽ ഒരല്പം ഉപ്പ് മാത്രമേ ചേർക്കുന്നുള്ളൂ. എന്നിട്ട് നന്നായിട്ട് ഇതിനെ ഇളക്കിയെടുക്കാം. ചിക്കൻ തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ മറക്കാതെ.